പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ എഴുന്നള്ളി വരണമേ. അവിടുത്തെ വരദാനങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. അപ്പോൾ അവിടുത്തെ കൃപാവരങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുമാറാകണമേ. സ്വർഗീയ ഈശോയെ, ഇന്നേ ദിവസം ഞങ്ങൾക്ക് ദാനമായി തന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. കർത്താവെ, ഈ നിമിഷം വരെ ഞങ്ങൾക്കുള്ള എല്ലാവരെയും അവിടുന്ന് പരിപാലിച്ചിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഈ കരുണയുടെ സമയം വരെ ഞങ്ങളെല്ലാവരെയും അവിടുത്തെ ചിറകിൻ കീഴിൽ അണച്ചിരിക്കുന്നതിനായി നന്ദിയോടുകൂടി സ്തുതിക്കുന്നു പിതാവേ. ഈശോനാഥ, ഈ കരുണയുടെ സമയം ഞങ്ങളിലുള്ള എല്ലാ പാവങ്ങളെയും അവിടെ നിന്ന് നീക്കി ഞങ്ങളെ പരിശുദ്ധിയുള്ള മക്കളായി ജീവിപ്പാനുള്ള കൃപ ഞങ്ങളിൽ നൽകി അനുഗ്രഹിക്കണമേ. ഈശോയെ, ഈ ലോകത്തിൽ പാവികളായിരിക്കുന്ന ഓരോരുത്തരെയും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു കർത്താവെ. പശ്ചാത്തപിക്കുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ. അന്ധകാരത്തിൽ കഴിയുന്നവരെ കർത്താവെ, അവിടുത്തെ നിത്യവെളിച്ചമായ യേശു ക്രിസ്തുവിനെ കണ്ടെത്തി ജീവിക്കുവാനുള്ള കൃപയും കരുണയും നൽകി അനുഗ്രഹിക്കണമേ നാഥ. കർത്താവായ ഈശോയെ, മദ്യപാനത്തിലും ലഹരിക്കും അടിമയായി കഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് സുബോധം നൽകി നല്ല മക്കളായിരിക്കാൻ ഈശോ അനുഗ്രഹിക്കണമേ. ഈ മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കൾക്ക് അവിടുന്ന് ആശ്വാസം നൽകണം അപ്പാ. വിവാഹപ്രായമായിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്ന കർത്താവെ, ആ കുഞ്ഞുങ്ങൾക്ക് തക്കതായ ഇണകളെയും തുണകളെയും അവിടുന്ന് ഒരുക്കിക്കൊടുത്ത് അവരെ നല്ല മക്കളായിരിക്കാൻ അവിടുത്തെ കരുണ കൂടെ ആയിരിക്കണമേ എന്ന് വായിച്ച് ധ്യാനിക്കുവാൻ എടുത്തത് ജെറമ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 29-ാം അധ്യായം വായിച്ച് ധ്യാനിച്ചപ്പോൾ അതിൽ എന്നെ കൂടുതലായി സ്പർശിച്ച വാക്കുകൾ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. അത് ഇപ്രകാരമാണ്: കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും. ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. അതേ കർത്താവെ, അങ്ങേ പൂർണ്ണ ഹൃദയത്തോടെ കണ്ടെത്തുവാനുള്ള കൃപാവരം ഓരോ മക്കളിലും തന്ന് ഞങ്ങളിലും തന്ന് അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങളേത് സമയവും എൻ്റെ ദൈവത്തെക്കുറിച്ച് ചിന്തിപ്പാനും ധ്യാനിപ്പാനുമുള്ള കൃപാവരങ്ങൾ ഞങ്ങളിലേകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, ഞങ്ങളെ ആരെ അന്ധകാരത്തിൽ ജീവിപ്പാനിടയാക്കാതെ വണ്ണം ഞങ്ങളെ കരുതിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പദ്ധതി ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണല്ലോ അവിടെ നിന്ന് ഒരുക്കിയിരിക്കുന്നത്. ഞങ്ങൾ അങ്ങേ കണ്ടെത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. മാനവും മഹത്വവും അവിടെ നിന്ന് എടുക്കണം. സർഗത് യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കേൾക്കണം. സ്വർഗീയ പിതാവേ.